നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ഉത്രം നക്ഷത്രത്തെ കുറിച്ചാണ്. ഉത്രം നക്ഷത്രക്കാരുടെ 2026-2027 വർഷത്തെ വിഷുഫലമാണ് ഇവിടെ പറയുന്നത്. സാധാരണയായിട്ട് വിഷുവിന് മുമ്പായിട്ട് നമ്മൾ ഫലങ്ങൾ പൂർത്തിയാക്കാറുണ്ട്. എന്നാൽ ഈ പ്രാവശ്യം ഫലങ്ങൾ നമ്മൾ പ്രവചിക്കാൻ നേരത്ത് നിമിത്ത ഫലങ്ങൾ അത്ര നന്നായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഫലങ്ങൾ പ്രവചിക്കാതിരുന്നത്. ഈ സമയത്ത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറുന്ന കാലഘട്ടത്തിൽ ഉത്രം നക്ഷത്രക്കാർക്ക് ഇനിയും വരുന്ന ഒരു വർഷം എങ്ങനെയായിരിക്കും ഇവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഇതുമൂലം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് അറിയുവാനും അതിനുവേണ്ട ക്രമീകരണങ്ങൾ നടത്തുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഉത്രം നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ട ചില പൊതുവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതറിയാവുന്നവർ സ്കിപ്പ് ചെയ്ത് ഫലത്തിലേക്ക് പോകാവുന്നതാണ്. ആദ്യം തന്നെ പറയട്ടെ, ഇത് പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ ഉള്ള ഒരു ഫലമാണ്. അതുകൊണ്ട് തന്നെ രണ്ട് കൂട്ടർക്കും ഒരുപോലെ ബാധകമാണ്. ഉത്രം നക്ഷത്രത്തിൽ പിറന്ന ഏതൊരാൾക്കും ഇത് ബാധകമാണ്. ആദ്യമായിട്ട് ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച ആളുകള് അത്യാവശ്യം ഭംഗിയുള്ള ശരീരത്തോടു കൂടിയുള്ള ആളുകളായിരിക്കും. ഇവര് കീർത്തിയുള്ളവരായിട്ട് ഭവിക്കുവാനായിട്ട് സാധ്യത ഏറെയാണ്. അന്യരെയൊക്കെ സഹായിക്കുവാനായിട്ടുള്ള ഒരു സന്മനസ്സുള്ളവരായിരിക്കും ഇവര്. ഈശ്വരനിൽ അധികം വിശ്വസിക്കുന്ന ആളുകളായിട്ടാണ് കണ്ടുവരുന്നത്. എന്നാൽ ഇവർക്ക് ക്ഷമാശീലം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇവര് ചെയ്യുന്നത് വളരെ ശരിയാണെന്ന് പറയുന്നവരെ മാത്രമാണ് ഇവർക്ക് വളരെ ഇഷ്ടം. ഇവരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് അത്ര ഇഷ്ടപ്പെടുന്നില്ല. വിമർശനങ്ങളൊന്നും കേൾക്കുവാനുള്ള ഒരു ശക്തി ഇവർക്കില്ല. ഒരിക്കലും ഒന്നിലും ഇവർക്ക് തെറ്റ് പറ്റാറില്ല എന്നൊരു വിശ്വസിക്കുന്ന കൂട്ടത്തിലുള്ള ആളുകളാണ് ഇവരെന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാവുന്നതാണ്. ഈ ഉത്രം നക്ഷത്രക്കാർക്ക് ഒരു ന്യൂനത എന്ന് കാണുന്നത് സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി മറ്റുള്ളവരോട് അടുക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്തെങ്കിലും പ്രയോജനമില്ലാത്തവരോട് ഇവര് അധികം സൗഹൃദമൊന്നും പങ്കിടാറില്ല എന്നുള്ളത് വാസ്തവമാണ്. പൊതുജന സേവന രംഗത്ത് ശോഭിക്കാനൊക്കെ ഇവർക്ക് കഴിയുന്നതാണ്. അതിലൂടെ നേട്ടങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവുന്നതാണ്. ബുദ്ധിപരമായിട്ടുള്ള പ്രവൃത്തിയിലൊക്കെ ഇവര് വളരെയധികം മുൻപന്തിയിലാണ്. ധാരാളം ആൾക്കാർ ഇവർക്ക് അനുയായികളായിട്ട് ഉണ്ടാകാറുണ്ട്. ഇവരുടെ ദാമ്പത്യ ജീവിതം പൊതുവെ സംതൃപ്തമായിരിക്കും. ഏറ്റെടുത്ത പ്രവർത്തികൾ വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. അതിനുവേണ്ടി എന്ത് ത്യാഗം വേണമെങ്കിലും ഇവര് സഹിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളായിട്ടാണ് കാണുന്നത്. മറ്റൊരു ന്യൂനത എന്ന് പറയുന്നത് ഇവരുടെ സംസാരത്തിലൂടെ ശത്രുക്കളെ ഉണ്ടാക്കാൻ ബഹുമിടുക്കരാണ്. ഇവര് സംസാരത്തിലൂടെ ശത്രുക്കളെ ക്ഷണിച്ചു വരുത്തുക എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഇത് ഉത്രം നക്ഷത്രക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള സ്വഭാവവും അവരുടെ പ്രത്യേകതകളുമാണ് ഇവിടെ പറഞ്ഞത്. ഇനിയും നമ്മൾ നോക്കുന്നത് ഈ വർഷത്തെ വിഷുഫലമാണ്. ഈ വിഷുഫലം നമ്മൾ 4ആയിട്ട് തിരിച്ചാണ് പറയുന്നത്. അതായത് ഓരോ 3 മാസത്തെയും ഫലങ്ങൾ, പ്രധാനപ്പെട്ട ഫലങ്ങൾ ഒന്നിച്ചാണ് പറയുന്നത്. ആദ്യമായിട്ട് ഏപ്രിൽ 15 മുതൽ മെയ്, ജൂൺ വരെയുള്ള ഫലങ്ങളാണ്. ഈ സമയത്ത് പ്രധാനമായിട്ടും നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മേലധികാരികളുടെ ഒക്കെ പ്രീതി നേടുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നതാണ്. അതുപോലെ തന്നെ കർമ്മരംഗത്ത് നിങ്ങൾക്ക് സ്ഥാനമാറ്റവും സ്ഥാനക്കയറ്റവും ഉണ്ടാകുന്നതാണ്. അത് ബിസിനസ് ചെയ്യുന്നവരാകട്ടെ, സ്വയം തൊഴിൽ ചെയ്യുന്നവരാകട്ടെ, തൊഴിൽ ചെയ്യുന്നവരാവട്ടെ, ആർക്കായാലും നിങ്ങളുടെ കർമ്മപഥത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതൊരു വലിയൊരു മാറ്റമായിരിക്കും. അത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു മാറ്റമായിരിക്കും. ശത്രുക്കളോടൊക്കെ നിങ്ങൾ നയപരമായിട്ട് പെരുമാറേണ്ട ഒരു സമയമാണ്. ഈ സമയം നിങ്ങൾ ഉയർച്ചയിലേക്ക് പോകുമ്പോൾ, ശത്രുക്കളുടെയൊക്കെ ശല്യം ഉണ്ടാകുമ്പോൾ അവർക്കെതിരെ നിങ്ങൾ പ്രവർത്തിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഊർജം പാഴാകുന്നതാണ്. ചില സമയങ്ങളിലൊക്കെ ആരോഗ്യനിലയ്ക്ക് സ്വല്പം കോട്ടം തട്ടുന്നതാണ്. അത് ശരിയായ ചികിത്സ എടുത്തു കഴിഞ്ഞാൽ ആശ്വാസം ലഭിക്കുന്നതാണ്. അത് നിങ്ങൾ അവഗണിക്കരുത്. ജൂൺ മാസത്തില് വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവര് ഒന്ന് സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വിള്ളലുകളൊക്കെ മാറിക്കിട്ടുന്നതാണ്. അന്യദേശത്തേക്ക് പോകാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം മാറി മറ്റൊരു സ്ഥലത്ത് പോയി അവിടെ ഒരു കർമ്മമേഖല ആരംഭിക്കുവാനൊക്കെയുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് വളരെ നല്ലൊരു തീരുമാനമാണ്. നേത്രരോഗങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സമയത്ത് ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ്. അന്യമതത്തിൽപ്പെട്ട ആളുകളാണ് ഇത് കാണുന്നതെങ്കിൽ അവരവരുടെ ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുക.
അപ്പോൾ ഈ 3 മാസം എന്ന് പറയുന്നത് നിങ്ങൾ ശത്രുക്കളെ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക, അവരോട് പെരുമാറുമ്പോൾ ഒന്ന് സമചിത്തതയോടെ പെരുമാറുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം അവരെ എതിർക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളുടെ എനർജി അവിടെ നഷ്ടപ്പെടുകയും നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് വ്യാപൃതരാകുകയും ചെയ്യും. നമ്മളുടെ ജീവിത വിജയത്തിനുള്ള ഒരു സമയമാണ് ഇത്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ സ്ഥാന ചലനമുണ്ടാകും. അതായത് തൊഴിലൊക്കെ ആണെങ്കിലും സർക്കാർ ജോലിയിലൊക്കെ ഇരിക്കുന്നവർക്കാണെങ്കിലും ഒക്കെ ഒരു പ്രൊമോഷനോട് കൂടിയുള്ള ഒരു സ്ഥാനചലനമാണ് കാണുന്നത്. മുൻപ് നിങ്ങൾ വരുത്തി വെച്ച സാമ്പത്തിക നഷ്ടമൊക്കെ നിങ്ങൾക്ക് നികത്താനാവുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഭിമാനത്തിന് ക്ഷതം സംഭവിച്ചിരുന്ന ചില കാര്യങ്ങളൊക്കെ അതിന്റെ സത്യാവസ്ഥ തിരിച്ചറിയുന്നതും മറ്റുള്ളവരറിയുന്നതുമായിട്ടുള്ള സമയങ്ങളാണ്. നിങ്ങളുടെ മോഹങ്ങളൊക്കെ പൂവണിയുന്ന ഒരു സമയമാണ്. എന്നാൽ വീണ്ടും അന്യരുടെ ഒരു ശത്രുത ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരുന്ന ഒരു സമയമാണ്. ചില കലഹങ്ങളൊക്കെ ഈ സമയത്തുണ്ടാകുന്നതാണ്. എന്നാൽ ബുദ്ധിപരമായിട്ടുള്ള ചില നീക്കങ്ങളിലൂടെ നിങ്ങൾ അതിനെല്ലാം മറികടക്കുന്നതാണ്. കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്ന എല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ്. ദുരിതപൂർണമായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ ഒഴിഞ്ഞു മാറുന്ന ഒരു സമയമാണ്. നിങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു പോകുന്ന ഒരു സമയമാണ്. ശാസ്താവിനെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഈ ആദ്യ 6 മാസങ്ങള് നിങ്ങൾക്ക് ശത്രുക്കൾ കൂടുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നടക്കുന്നുണ്ട്. സാമ്പത്തിക കാര്യമായാലും തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളായാലും എല്ലാം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ശത്രുക്കളുടെ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് ഈ സമയത്ത് ശാസ്താവിനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ്. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് സ്ഥാനലാഭവും ധനലാഭവും എല്ലാം ഉണ്ടാകുന്നുണ്ട്. ധനം ഒന്നിലധികം സ്രോതസ്സിലൂടെ വന്നു ചേരുന്നതാണ്. കർമ്മരംഗത്ത് നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. പ്രതീക്ഷകളെല്ലാം നിറവേറുന്ന ഒരു സമയം കൂടിയാണ്. ഏറ്റെടുത്ത ദൗത്യങ്ങൾ വിജയകരമായിട്ട് പൂർത്തീകരിക്കുന്നതാണ്. ശത്രുക്കളെയൊക്കെ നിങ്ങൾ പരാജയപ്പെടുത്തുന്ന ഒരു സമയമാണ്. ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നതാണ്. എല്ലാ കാര്യത്തിലും ഒരു രഹസ്യ സ്വഭാവം നിങ്ങൾ നിലനിർത്തുന്നതാണ്. ആ രഹസ്യ സ്വഭാവം വളരെ നല്ലതാണ്. മറ്റൊരാൾ അറിയാതിരിക്കുന്നതാണ് നല്ലത്. സഹോദരന്മാർക്കൊക്കെ നിങ്ങൾ മൂലം നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ്. ഈ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന് തുളസിമാല ചാർത്തുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ഈ 2026 ഇനിയും വരാനുള്ള സമയങ്ങള് ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ നല്ലൊരു സമയമാണ്. ശത്രുശല്യം സ്വല്പം കൂടുന്നുണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാറാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ സൂക്ഷിച്ചുപയോഗിച്ചു കഴിഞ്ഞാൽ അതിലുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതാണ്. 2027 തുടക്കത്തിൽ എന്തൊക്കെയാണ് ഈ വിഷുഫലം മൂലം ഉത്രം നക്ഷത്രക്കാർക്ക് സംഭവിക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്. ജനുവരി, ഫെബ്രുവരി, മാർച്ചിലേക്ക് എത്തുമ്പോൾ പുതിയ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. അതിൽ നിന്നും നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. സഹോദരരിൽ നിന്നൊക്കെ സഹായങ്ങൾ ലഭിക്കുന്നതാണ്. സാമ്പത്തിക പുരോഗതി ഗണ്യമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. കർമ്മമേഖലയൊക്കെ വിപുലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. നിങ്ങളുടെ ബിസിനസ്, സ്വയം തൊഴിൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വലിയ തോതിൽ ഉയർത്താൻ കഴിയുന്നതാണ്. വിവാഹമാകാതിരുന്നവരുടെ വിവാഹത്തിലൊക്കെ ഒരു തീരുമാനമാകുന്ന ഒരു സമയമാണ്. ഭവനമൊക്കെ മാറി പുതിയ ഭവനമൊക്കെ പണിയുവാനുള്ള ഒരു സമയമാണ്. എന്നിരുന്നാലും യാത്രാവേളകളിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. യാത്രകളിലെ ചില സാധനങ്ങളൊക്കെ നിങ്ങളുടെ മോഷണം പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക. ഈ ഉത്രം നക്ഷത്രക്കാരുടെ വിഷുഫലം മുഴുവനായിട്ട് എടുക്കുകയാണെങ്കിൽ 80% ഇവർക്ക് വളരെ ഉയർച്ചയാണ് കാണുന്നത്. ഇത് പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. നിങ്ങളുടെ ജനനസമയം അനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാമെങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത് നിങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.